പ്രിയ കലാസ്നേഹികളെ, ചിരിക്കാനും ചിന്തിക്കാനും ഒരു കുഞ്ഞൻ സ്കിറ്റുമായി എത്തുന്നു നമ്മുടെ നടീനടന്മാർ. ഇതിലെ കഥാപാത്രങ്ങൾക്ക് പച്ചയായ ജീവിതവും അനുഭവങ്ങളുമായി സാദൃശ്യമുണ്ട്. എന്നാൽ കുറച്ചൊക്കെ സാങ്കല്പികമെത്തും ഇതിലിട്ടിട്ടുണ്ട്. എല്ലാം വെറും ഇൻസ്പിറേഷൻ മാത്രം. സീൻ 1. 2025 ഒരു സാധാരണ വൈകുന്നേരം. ജോർജേട്ടൻ ഭാര്യ ആലീസ് ഇല്ലാത്ത സമയം നോക്കി ജമിനിയോട് തന്റെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഭാര്യ ആലിസ് ചേച്ചി ഓണം മൂഡിലാണ്. ഇന്റർനെറ്റിൽ ഊളിയിട്ട് എന്തൊക്കെയോ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ ഇനി ഞങ്ങൾ ആരംഭിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചാലും. ജമിനി, എനിക്കൊരു സംശയം. ഈയിടെയായി ഓർമ്മശക്തി ഇത്തിരി കുറയുന്നോ എന്ന്. ഓർമ്മ കൂട്ടാൻ എന്താ ഒരു വഴി? ഓർമ്മശക്തി കൂട്ടാൻ വാൾനട്ട്സ് നല്ലതാണ്. അല്ല, എന്താണ് ശരിക്കും പ്രശ്നം? ഡീറ്റെയിൽസ് പറയൂ. പ്രായമാണോ? ഏയ്, എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. ശരിക്കും എന്താന്ന് വെച്ചാൽ, ഭാര്യ ചോദിക്കുന്നു 2015 ഓണത്തിന് ഞാൻ ഏത് ഡ്രസ്സാണ് ഇട്ടതെന്ന്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ ഓണത്തിനെന്നല്ല, കഴിഞ്ഞ ആഴ്ചത്തെ ഡ്രസ് പോലും ഓർമ്മയില്ല. ഇത് എല്ലാ പുരുഷന്മാർക്കും ചില സാധാരണ പ്രയാസം മാത്രമാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതൽ ആകാം. വിഷമിക്കേണ്ട. ഇനി നിങ്ങൾ ഫോട്ടോ ഗാലറി എനിക്ക് ഷെയർ ചെയ്താൽ ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ സഹായിക്കാം. ജമിനി, നീയാണ് ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യം. ദാങ്കെ. ഇനിയുമുണ്ട് കുറെ സംശയങ്ങൾ. അതെ, ഈയിടെയായി എന്റെ ഭാര്യയ്ക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാണ്. എന്തായിരിക്കും കാര്യം? ഇതിന് ഉത്തരം പറയണമെങ്കിൽ കുറച്ച് അധികം ഡേറ്റ വേണ്ടിവരും. അല്ല, ആൾക്ക് തൈറോയിഡ് ഉണ്ടോ? തൈറോയിഡ്? ഇത് കുറച്ചു നാളായി കേൾക്കുന്ന കാര്യമാ. അതെ, അവൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഡാറ്റ ഞാൻ പിന്നെ തരാം. ബൈ ബൈ. എന്റെ കൂടെ ഈ ഡാൻസ് റീൽ ഒന്ന് കളിക്കുമോ? ഡാൻസ് റീൽസ്? എനിക്ക് ഈ വക പരിപാടികളൊന്നും അത്ര പിടിയില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. നമുക്ക് വേണമെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോവാം. റീൽസ് ഇല്ലെങ്കിൽ വേണ്ട. ചേട്ടൻ എന്റെ കൂടെ എന്നാ ഷോപ്പിങ്ങിന് വരും. ഹൗ, നീ എന്ത് ഡാൻസ് ആണ് പഠിക്കാൻ പറഞ്ഞത്? വാ, നമുക്ക് ഡാൻസ് ചെയ്യാം. ഞാൻ റെഡി. അല്ല, നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ എവിടുന്ന് വന്നു? ചേട്ടാ, ഞങ്ങൾ സ്ഥിരം ഇവിടെ റീൽസ് കളിക്കുന്ന ആൾക്കാരാ. എന്റെ അമ്മയെ ഒന്ന് പോയി തരാമോ? ഞാൻ ഇത്തിരി വിശ്രമിക്കട്ടെ. ചേട്ടാ, നിങ്ങൾ വീണ്ടും ആ ഫോണിൽ തോണ്ടിയിരിക്കാൻ പോവാണോ? നമുക്ക് ഓണമായിട്ട് സദ്യയൊക്കെ ഒന്ന് സെറ്റ് ആക്കണ്ടേ? ഹോ, ഞാൻ അത് തന്നെയാ നോക്കുന്നത്. ഫേസ്ബുക്ക് അവിയൽ, ഇൻസ്റ്റ പച്ചടി, യൂട്യൂബ് ഇഞ്ചിക്കറി, ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി ChatGPT പായസം, ജെമിനി സാമ്പാർ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. മിനിമം സാധനങ്ങൾ, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി വരണം. ശൂന്യതയിൽ നിന്ന് AI പായസം സാമ്പാറൊക്കെ ഉണ്ടാക്കുമോ? എന്റെ ജെമിനി, അടുത്ത വർഷം ഇതൊക്കെ തനിയെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാനൊന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് മീറ്റിംഗിന് പോയിട്ട് വരാം. വെജിറ്റബിൾസ് വാങ്ങാൻ മറക്കണ്ട. പോയി വരൂ. ഇതേ സമയം ജോർജ് സാറിന്റെ കൂട്ടുകാരൻ ഫ്രാങ്കി രംഗപ്രവേശനം ചെയ്യുന്നു. സുഖമല്ലേ? സുഖം തന്നെ ഫ്രാങ്കി. നിന്നെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഒന്നും പറയണ്ട.
ഇഷ്ടം പോലെ പണിയാണ് ഓഫീസില്, വീട്ടില്, പിന്നെ ഗാർഡനിലും കുറച്ച് പെയിന്റിംഗ് വർക്കുകളുണ്ട്. ഒരു കൈ സഹായത്തിന് ആരെങ്കിലും കിട്ടുമോ ആവോ? ഫ്രാങ്കി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മുടെ യൂത്ത് ടീംസ് കുറെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ഒരു പണി അറിയാവുന്ന മേസ്ത്രിയെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഉടനെ എത്തുന്നതാണ്. അല്ല, ആരാണ് ഈ പണിയറിയാവുന്ന മലയാളി മേസ്ത്രി? ആളൊരു കില്ലാടിയാണ്. തമ്പികൾക്കിടയിൽ അണ്ണനാണ് മേസ്ത്രി. നിങ്ങൾ ഞെട്ടും. ഞങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്യും. സീൻ 2. അങ്ങനെ ആ സുദിനം എത്തിച്ചേർന്നിരിക്കുന്നു. അണ്ണനും തമ്പികളും ഫ്രാങ്കിയുടെ ഗാർഡനിൽ പണിയെടുക്കാനായി എത്തുകയായി. ഫ്രാങ്കി, ആ വലിയ ടില്ലറിങ് എടുക്ക്. ഇവിടെ പഠിപ്പത് പണിയുണ്ട്. മേസ്ത്രി, ഇത് മതിയോ? എടാ മെടുക്ക, ഇത്ര ചെറിയ ടൂൾസ് വെച്ചാണോ നീ വലിയ ഗാർഡൻ പണി ചെയ്യാൻ കൊണ്ടിരിക്കുന്നത്? ഇനി ഞാനൊരു ലിസ്റ്റ് തരാം, എല്ലാം വാങ്ങി വരണം. ഓക്കെ, സെറ്റാക്കാം. അല്ല, നിങ്ങൾക്ക് കഴിക്കാൻ ഇന്ത്യൻ വേണോ, ഗ്രില്ല് വേണോ, ഇറ്റാലിയൻ വേണോ, അതോ ചൈനീസ് വേണോ? ഇറ്റാലിയൻ ആയിക്കോട്ടെ. അല്ല, പിസ്സ അത്ര ഹെൽത്തി അല്ല കേട്ടോ. ഗ്രില്ലായാലോ? നീ എന്നേലും ഒന്ന് കൊണ്ടുവാ, ഇവിടെ കുറെ പണിയുണ്ട്. അങ്ങനെ മേസ്ത്രിയും പിള്ളേരും ഗാർഡനിൽ പണിയോട് പണി. ദേ നോക്കിക്കേ, എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ദേ നോക്കിക്കേ മേസ്ത്രി, എനിക്കൊരു സാധനം കിട്ടി. ഒരു നിധികുടം. സൂക്ഷിച്ച്. ഇവിടുത്തെ പഴയ സായിപ്പ് വല്ലോ മന്ത്രവാദിയോ വല്ലോ ആയിരിക്കും. പതിയെ തുറന്നു നോക്ക്. ദേ ഒരു കത്ത്, വായിക്കട്ടെ. പിന്നല്ല. മേരെ പ്യാരെ ദേശവാസിയോ, ഇത് വാമനൻ സാറാണേ. ഈ നിധി കണ്ടെത്തിയ നിങ്ങൾക്ക് ഞാനൊരു അനുഗ്രഹം തരാൻ പോകുന്നു. നിങ്ങളുടെ മാവേലിയെ ഞാൻ തിരികെ തരുന്നു. ഈ സ്ഥലത്തിന്റെ ഉടമയെ നിങ്ങൾ മാവേലിയായി കണ്ട് എല്ലാ ഓണത്തിനും വേഷമണിയിച്ച് ജർമ്മനിയിലെ എല്ലാ ഓണം ഫെസ്റ്റിനും കൊണ്ടുപോകണം. അതോടുകൂടി നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറി കിട്ടുന്നതാണ് എന്ന് വാമനൻ സാഹിബ് ഒപ്പ്. ഫ്രാങ്കി, ലോട്ടോ അടിച്ചല്ലോ. എന്റെ മാവലഞ്ചി, എന്നോട് ഇത് വേണ്ടിയിരുന്നില്ല. എന്തായാലും സന്തോഷമായില്ലേ? നമുക്ക് ഈ ഓണം മൂടൊന്ന് കൊഴിപ്പിച്ചാലോ? എല്ലാവരും വായോ, ഒരു ഡാൻസ് കളിക്കാം.
Monday,